റഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിച്ച് അവൻ്റെ ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നമ്മുടെ കുടുംബാദികളുമുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണമായ സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം വൃത്തിക്കും ശുചിത്വത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്തായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽ ഈമാനു അത്തൊഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത്. നമ്മുടെ ശരീരം ശുദ്ധമാകുന്നത് പോലെ, നമ്മുടെ മനസ്സ് ശുദ്ധമാകേണ്ടതുപോലെ, നമ്മുടെ വീടുകളും പരിസരങ്ങളും ഒക്കെ ശുദ്ധിയാക്കുവാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു തആല പരിശുദ്ധനാണ്. യുഹിബ്ബു ത്വയ്യിബ, പരിശുദ്ധിയെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ നളീഫുൻ, അവൻ വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫത, വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു പരിശുദ്ധിയുള്ളവനാണ്, പരിശുദ്ധിയെ മാത്രം അവൻ ഇഷ്ടപ്പെടുന്നു. വൃത്തിയുള്ളവനാണ്, വൃത്തിയെ മാത്രം അവൻ ഇഷ്ടപ്പെടുന്നു. ഫനളിഫു അഫ്നിയതികും വലാ തശബ്ബഹു ബിൽ യഹൂദി. നള്ളിഫു അഫ്നിയതക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ, വീടിന്റെ മുറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധമാക്കി വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി ഇടണം. ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. പറഞ്ഞ മുറ്റം അടിച്ചു വാരണമെന്ന്, വീടിന്റെ അകത്ത് മാത്രമല്ല. അതുപോലെ വലാ തശബ്ബഹു ബിൽ യഹൂദി, നിങ്ങൾ യഹൂദികളോട് സദൃശ്യമാകരുത്. തൂത്തുകൂട്ടി എന്ത് ചെയ്യും? ഇവിടെ തൂക്കുക എന്നല്ലേ പറയുന്നത്. തൂത്തുകൂട്ടി എന്ത് ചെയ്യും? അവിടെ അങ്ങ് വെക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വാറാം, അല്ലെങ്കിൽ ഒരുമിച്ച് വാരി മാറ്റാം. അത് വീടിന്റെ അകത്തളങ്ങളിലും ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണ്. തീയും തൂത്ത് ഒരു സൈഡിൽ തീയും കൊണ്ട് കൂട്ടിയങ്ങ് വയ്ക്കും, വാരിക്കളയത്തില്ല. അതുപോലെ മുറ്റങ്ങളിലും തീയും ഒതുക്കി എവിടെയെങ്കിലും വയ്ക്കും. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച തൂത്തേ പറ്റത്തുള്ളൂ. തീയാ ഒരുമിച്ച് വാരാം. പക്ഷെ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചു, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, തീയാ നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയായി നിങ്ങൾ എന്ത് ചെയ്യണം? തൂത്ത് വൃത്തിയാക്കണം. അതുപോലെ വലാ തശബ്ബഹു ബിൽ യഹൂദി, നിങ്ങൾ യഹൂദികളോട് സദൃശ്യമാകരുത്. അവരെന്ത് ചെയ്യും? തൂത്തുകൂട്ടി അവിടെ എന്ത് ചെയ്യും? വിൽക്കുമായിരുന്നു. അതുപോലെ നിങ്ങൾ ആകരുതേ. നിങ്ങൾ പരിസരങ്ങളും നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളും കൃത്യമായി തൂത്ത് വൃത്തിയാക്കി അത് വാരിക്കളയണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതൊരു മുസ്ലിമിന്റെ കൃത്യമായ ഒരു ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തനല്ലഫു ഫഇന്നൽ ഇസ്ലാമ നളീഫുൻ, നിങ്ങൾ വൃത്തിയുള്ളവരാകണം, പരിശുദ്ധിയുള്ളവരാകണം. ഫഇന്നൽ ഇസ്ലാമ നളീഫുൻ, വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് വൃത്തിയുടെ മതമാണ്, ശുചിത്വത്തിന്റെ മതമാണ്, അതുപോലെ സംസ്കാരത്തിന്റെ മതമാണ്. വലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നളീഫുൻ, വൃത്തിയോടുകൂടിയല്ലാതെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പരിസരങ്ങളും വൃത്തിയോടുകൂടിയല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് വൃത്തിക്കും ശുചിത്വത്തിനും വളരെയേറെ പ്രാധാന്യം പരിശുദ്ധമായി ഇസ്ലാം നമ്മോട് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അവന്റെ ഭവനങ്ങളിലും അവന്റെ പരിസരങ്ങളിലും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വൃത്തിയും ശുചിത്വം നടത്തുവാൻ ഇസ്ലാം കൽപ്പിച്ചത്. അല്ലാഹു തആല പരിശുദ്ധിയുള്ള ജീവിതം അല്ലാഹു തആല ദുനിയാവിലും അതുപോലെ പരിശുദ്ധിയുള്ള ജീവിതം ആഖിറത്തിലും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സംസ്കാരങ്ങളും ആ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.